വേദന, കഷ്ടപ്പാട്, ദുഃഖം, കണ്ണുനീർ എന്നിവയൊക്കെ നമ്മുടെ ലോകത്തെ ബാധിച്ചിരിക്കുകയാണ്. ഹൃദയരോഗങ്ങൾ, ഹൃദയാഘാതം, ക്യാൻസർ, ഡയബറ്റീസ് എന്നിവ വർഷം തോറും ആയിരക്കണക്കായ മനുഷ്യരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. വൈദ്യശാസ്ത്രം അത്ഭുതകരമായ വളർച്ച നേടിയെങ്കിലും വേദനയുടെയും കഷ്ടപ്പാടിന്റെയും പ്രശ്നങ്ങളുടെ ഉത്തരം നാം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇക്കാലത്ത് കാണപ്പെടുന്ന കൃത്രിമമായ നാനാവിധ കണ്ടുപിടുത്തങ്ങളുടെ മധ്യേയും രോഗങ്ങൾക്കൊരു പരിഹാരം കാണാനാകുന്നില്ല. വിവിധങ്ങളായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അത്ഭുതകരമായ പുരോഗതി ഉണ്ടായെങ്കിലും നമ്മുടെ തലമുറ ഇന്നും രോഗങ്ങളുടെ പിടിയിലാണ്. ചിന്തിക്കാനാവാത്ത വിധം നിങ്ങളുടെ ശരീരം വേദന കൊണ്ട് പുളയുകയും വിഷാദം, കോപം, ഭയം എന്നിവയാൽ നിങ്ങൾ വൈഷമ്യത്തിലാകുകയും ചെയ്യുമ്പോൾ എനിക്കെന്താ ദൈവമേ ഇങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. കഷ്ടതകൾ ദീർഘിച്ചിരിക്കുകയില്ലെന്നോർക്കുക. വേദന എന്നേക്കുമുള്ളതല്ല, കണ്ണുനീരും ദുഃഖവും നിത്യമായതല്ല. യേശു വീണ്ടും വരുന്നു. ഒരു ഭയാനക രോഗത്താൽ നമ്മുടെ ശരീരം വേദന കൊണ്ട് പുളയുമ്പോഴും, പ്രകൃതിക്ഷോഭങ്ങളാൽ നമ്മുടെ ജീവിതം തലകീഴായി മറിയുമ്പോഴും, ഭീകരയുദ്ധത്താൽ നമ്മുടെ സ്ഥലം നാശത്തിൽ വീഴുമ്പോഴും നമുക്ക് ആശ്വാസമായി യേശു ഒരു ദിവസം വീണ്ടും വരുമെന്നുള്ള വാഗ്ദത്തമുണ്ട്. അന്ന് നമ്മുടെ വേദനയും കഷ്ടതകളും എന്നേക്കുമായി അവസാനിക്കും.